നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി ട്രാൻസ്ഫർ വിശേഷങ്ങൾ സംസാരിക്കണം. ആൻഡ് ഇറ്റ്സ് ക്രേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞപ്പോ എന്റെ കിളി പോയി കിടക്കാണ്. എന്താണ് ചെൽസി അല്ലെങ്കിൽ ചെൽസി ബോർഡ് ആൻഡ് മറസ്കോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ധാരണ വരുന്നില്ല. പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസുകൾ കേൾക്കുന്നത്. മൈക്ക് മൈഗ്നൻ, ദാറ്റ്സ് എ ഗുഡ്, നല്ലൊരു ന്യൂസ്. സാൻചോ പോയി, ഫെയർ എനഫ്, നമ്മൾ ഓഫർ ചെയ്ത സാലറി അവന് താല്പര്യമില്ല. കുഡൂസിന്റെ വാർത്തകൾ എവിടെയും ഇല്ലാണ്ട് നമ്മൾ കേൾക്കുന്നു. ദെൻ വി ഹാവ് ജെയ്മി കിറ്റൻസ്, എക്കിറ്റിക്കെ, പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ ഇടയ്ക്ക് നോണി മാഡോക്കിനെ നമ്മൾ വിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. അതില്ല എന്നുള്ള വാർത്ത ഉറപ്പായി. സോ വാട്ട്സ് ഹാപ്പനിങ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലെയർ പ്രൊഫൈലിനെ ടാർഗറ്റ് ചെയ്യുന്നത്? പുതിയ ഡിഫൻഡറിനെ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടോ? വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. അപ്പൊ ഞാൻ കുറച്ച് സെൻസ് ഇൻ ടു ദിസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ലെറ്റ്സ് മീ സ്റ്റാർട്ട് വിത്ത് മൈക്ക് മൈഗ്നൻ. മൈഗ്നന്റെ ബിഡ് വാസ് ക്രേസി. ഞാൻ എന്റെ വീഡിയോ ചെയ്തു, അപ്ലോഡ് ചെയ്തു, പക്ഷെ ഞാനത് പബ്ലിക് ആക്കിയില്ല. കാരണം ഞാൻ പറഞ്ഞു വന്ന പ്രൈസ് അല്ല വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫെബ്രിസോ റൊമാനോ ട്വീറ്റ് ചെയ്ത്. ഫെബ്രിസോ റൊമാനോ പറഞ്ഞു ചെൽസി ബിഡ് ചെയ്തത് വെറും ചെൽസിയുടെ വാല്യുവേഷനിൽ ബിഡ് ചെയ്തതല്ല, വാല്യുവേഷൻ 10 മില്യൺ യൂറോ ഉള്ളൂ. AC മിലാന്റെ വാല്യുവേഷൻ 30 മില്യൺ യൂറോ ആണ്. അത് ഭയങ്കര വലിയൊരു ഗ്യാപ്പാണെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്വിറ്ററിലുള്ള എല്ലാവരും തർക്കങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ x.com എല്ലാവരും തർക്കങ്ങൾ തുടങ്ങി. അത്രയ്ക്ക് വലിയൊരു വാല്യുവേഷൻ ഗ്യാപ്പ് വരാൻ പാടില്ല, ഭയങ്കര ഹൈ ക്വാളിറ്റി ഗോൾ കീപ്പറാണ്, 10 മില്യൺ വാല്യുവേഷനിലൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല, നമ്മൾ അതിൽ വലിയ കൊടുക്കണം, മറ്റേത് മറിച്ചത്. നമ്മൾ ഒമാരി കെല്ലിമനെ 19 മില്യൺ സൈൻ ചെയ്തു, ഡ്രൂസ്ബറി ഹോളിനെ 40 മില്യൺ സൈൻ ചെയ്തു, ആൻസെൽമിനിയോനെ 15 മില്യൺ സൈൻ ചെയ്തു. പക്ഷെ ഒരു പ്രൂവൻ എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിനെ നമ്മൾ 10 മില്യനെ വാല്യൂ ചെയ്യുന്നുള്ളൂ. അതിൽ അർത്ഥമില്ല എന്നുള്ളത്. എല്ലാ ആർഗ്യുമെന്റും ശരിയാണ്, ഒരു ആർഗ്യുമെന്റും തെറ്റൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ചെൽസിയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു വർഷം കോൺട്രാക്റ്റിൽ നിൽക്കുന്ന ഒരാള്, തന്റെ ക്ലബ്ബ് വിടാൻ താല്പര്യമുള്ള ആള്, എന്തെന്നാലും മിലാനായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാള്, അങ്ങനെ ഒരാളിനെ നമുക്ക് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നോക്കിക്കൂടാ? ആൻഡ് ആ ഒരു വ്യക്തിയെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിക്കുക. ആ പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത്. മൈക്ക് മാഗ്നൻ പറഞ്ഞിട്ടുണ്ട്, ഐ വോണ്ട് ടു ഗോ ടു ചെൽസി, കിട്ടുന്ന ബിഡ് അപ്രോച്ച് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ഫ്രീ ഏജന്റ് ആയിട്ട് പോകും, നിങ്ങൾക്ക് എന്ത് വേണം, കിട്ടുന്ന കാശ് വേണോ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ഏജന്റ് ആയിട്ട് പോകണോ, അത് നിങ്ങളുടെ ചോദ്യം എന്നുള്ള രീതിയിൽ മൈക്ക് മാഗ്നൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിലാനും ചെറിയൊരു ധർമ്മസങ്കടത്തിലാണ്. കാരണം കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തൂടെ? എന്തുകൊണ്ട് കൊടുത്താൽ മിലാനും ഒരു ചെറിയ പ്രഷർ ഉണ്ടാവും. അത് ആ വഴിയിൽ നടക്കുന്നുണ്ട്. സോ ആ തന്ത്രപൂർവമായ ഒരു നീക്കത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നമ്മൾ ടാർഗറ്റ് ചെയ്ത പ്രൊഫൈലും കിടിലുമാണ്. പുള്ളിക്കാരൻ എക്സ്പീരിയൻസ്ഡ് ആണ്, ടോപ്പ് ലെവൽ ഗോൾ കീപ്പറാണ്, ചെറിയൊരു ഫോം ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്, ക്ലാസ് പെർമനന്റ് ആണ്, യാതൊരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ റോബ് സാഞ്ചസ് എന്താണ്? അവിടെയാണ് വേറൊരു ട്വിസ്റ്റ് എന്ന്. അപ്പൊ റോബ് സാഞ്ചസിനെ ചിലപ്പോൾ നമ്മൾ വെക്കും, ജോർഗ പെട്രോവിച്ചിനെ നമ്മൾ കൊടുക്കുമോ? ഇതൊന്നും നമുക്ക് ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം മൈക്ക് മൈഗ്നൻ ന്യൂസ് എങ്ങും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞു. റോബ് സാഞ്ചസിന്റെയും ജോർഗ പെട്രോവിച്ചിന്റെയും ഭാവിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സീസൺ പോകുന്തോറേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പ്രഷറിലല്ല ഇപ്പൊ ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാൻ. വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. പക്ഷെ കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ആ വരുന്ന ആള് നമ്പർ 1 ഗോൾ കീപ്പർ ആയിരിക്കും എന്നുള്ളതിൽ സംശയവും വേണ്ട. സോ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അതിനോടൊപ്പം നമ്മൾ ജെയ്മി കിറ്റൻസിന്റെ പ്രൊഫൈൽ നോക്കുന്നു, എക്കിറ്റിക്കയുടെ പ്രൊഫൈൽ നോക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ കുഡൂസിന്റെ വാർത്ത എങ്കിലാണ് വരുന്നത്. ഒരു സ്വാപ്പ് ഡീലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, കുഡൂസിന്റെ പുറകെ നമ്മൾ എന്തിനാ പോകുന്നത്? നമുക്ക് ഓൾറെഡി ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലേയേഴ്സ്, ഒരു 25 ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് ഓൾറെഡി. കോൾ പാൽമർ, നോണി മാഡോക്കെ, പെഡ്രോ നെറ്റോ, എസ്താവോ വില്യൻ, കെൻഡി പേസിനെ നമ്മൾ തിരിച്ചു ലോണി വിടുകയാണ്. അപ്പൊ ഇത്രയും പ്ലേയേഴ്സ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയറിനെ നമ്മൾ മേടിക്കുന്ന ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ കുഡൂസിനെ കാണുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ ആയിട്ടോ ഒരു നമ്പർ 10 ആയിട്ടോ അല്ല, അല്ലെങ്കിൽ കോൾ പാൽമറിന്റെ ബാക്കപ്പോ ആയിട്ടല്ല. നമ്മൾ നോക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ്, ഒരു ബോൾ ക്യാരിയിങ് എബിലിറ്റി ഉള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടോവൻ സ്റ്റൈൽ പ്ലെയർ, അല്ലെങ്കിൽ മേ ബി നോട്ട് ഗുണ്ടോവൻ, ഒരു ഫ്ലോറിയൻ വ്രിറ്റ്സ് അല്ലെങ്കിൽ ജമാൽ മ്യൂസിയല, ആ ഒരു ശൈലിയിലുള്ള ഒരു പ്രൊഫൈലാണ്. ആൻഡ് കോമഡി അതല്ല, നമുക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ ഒരു പ്ലെയർ ഉണ്ട്. അവന്റെ പേരാണ് കാർണെ ചുക്കോമെക്ക. അവനെ നമ്മൾ മൈൻഡ് ആക്കൊന്നും കൂടിയില്ല. ഐ ഡോണ്ട് നോ വൈ. അതിന്റെ പുറകിലുള്ള കഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു അറ്റാക്കിംഗ് ബോൾ ക്യാരിയിങ് ത്രെറ്റ് ഉള്ള ഒരു മിഡ്ഫീൽഡറിനെ നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഒരു ബോൾ ക്യാരിയിങ് ത്രെറ്റ് ഉള്ള 1-on-1 വിങ്ങറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗിറ്റൻസിന്റെ പ്രൊഫൈൽ, അതേപോലെ തന്നെ എക്കിറ്റിക്കയുടെ പ്രൊഫൈൽ, അതേപോലെ തന്നെ കുഡൂസിന്റെ പ്രൊഫൈൽ. സോ എല്ലാവരെയും 3 പേരും 3 പൊസിഷനിലിട്ട് കളിപ്പിക്കാൻ പറ്റും. ഒരു വിങ്ങറിനായിട്ട് കളിപ്പിക്കും. എക്കിറ്റിക്കനെ സൈൻ ചെയ്യുകയാണെങ്കിൽ വാല്യുവേഷൻ ഭയങ്കര കൂടുതലാണ്. എങ്ങനെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒപ്പം തന്നെ കുഡൂസിനെ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ രണ്ടുപേരും അവിടെ പ്രൊഫൈൽ. സോ ഐ എം നോട്ട് ഷുവർ ആരെവിടെ കളിപ്പിക്കുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പൊ അല്ല. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ
നമുക്ക് ഇല്ലാത്ത തരത്തിലുള്ള പ്ലേയേഴ്സ് ആണെന്നുള്ളത്. കാരണം എൻസോ ഫെർണാണ്ടസ് ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബോൾ ഡ്രിബിൾ ചെയ്ത് ക്യാരി ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഗോൾ അടിക്കാൻ തരത്തിലുള്ള ഒരു പ്രൊഫൈൽ അല്ല, ഒരു മിഡ്ഫീൽഡർ അല്ല എൻസോ ഫെർണാണ്ടസ്. അപ്പൊ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറിനെ നമ്മൾ ആവശ്യമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ടൈറിക് ജോർജ് ഉള്ളത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ടച്ച് ലൈൻ ഹഗ്ഗിങ് ഒരു വിങ്ങർ അല്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതും ഒരു 1-on-1 ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ്ങറും കൂടെയാണെന്നുള്ളത് വ്യക്തമാണ്. ഫാന്റാസ്റ്റിക് പ്ലെയർ പ്രൊഫൈലിങ്ങും പ്ലെയർ ടാർഗറ്റിങ്ങും ഒക്കെ കൊള്ളാം, വളരെ രസമുണ്ട് കേൾക്കാനായിട്ട്. പക്ഷെ ഇവരൊക്കെ കളിച്ചു വരുമ്പോൾ എവിടെ കളിച്ചു വരുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നോണി മാഡുവൊക്കെ പെഡ്രോനെറ്റും ഉണ്ട്, എസ്റ്റാവോ വില്യനും ഉണ്ട്. ഇവരൊക്കെ എവിടെ കളിക്കുന്നുള്ളത് നമുക്ക് അറിയണം. എസ്റ്റാവോ വില്യനെ നമ്മൾ ലോണി വിടുവോ അത് നമുക്കറിയില്ല. കെന്റി പേഴ്സിനെ ലോണി വിടുന്ന ഏകദേശം കെന്റി പേഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിലും ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനെ സ്ട്രാസ്ബർഗിലാണ് ലോണിപ്പെടാൻ പോണെന്നുള്ളത്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരെവിടെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് പക്ഷെ പ്ലെയർ പ്രൊഫൈലിംഗ് കൊള്ളാം. ഇനി നമ്മൾ റൈറ്റ് ബാക്കിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യോ? വി ഡോണ്ട് നോ. ഡെലാപ്പും ജാക്സണും ഉണ്ട്, വേറൊരു സ്ട്രൈക്കറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യോ? എക്കിറ്റിക്കയുടെ പേരല്ലാണ്ട് വേറെ ഏതെങ്കിലും പേര് കേൾക്കുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. ഒന്നും തീർത്ത് പറയാൻ പറ്റുന്നില്ല എന്നെ സംബന്ധിച്ച് ഇപ്പോ. പക്ഷെ പ്രൊഫൈലിംഗ് ഈസ് വെരി ക്ലിയർ. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വിത്ത് ബോൾ ക്യാരിങ് എബിലിറ്റി ആൻഡ് ആൻ ഔട്ട് ടച്ച് ലൈൻ ഹഗ്ഗിങ് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ, അതും വളരെ വ്യക്തമാണ്. പ്ലസ് മൈക്ക് മൈഗ്നൻ. ഇൻട്രസ്റ്റിംഗ് ട്രാൻസ്ഫർ ടാർഗറ്റ്സ് ഫോർ ചെൽസി. ക്ലോസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് കോൺക്രീറ്റ് ആയിട്ട് ആരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് വേണം അടുത്ത സീസണിൽ നമ്മുടെ ഫോർമേഷനും പ്ലെയർ പ്രൊഫൈലിങ്ങും ആരെവിടെ കളിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഡെലാപ്പ് സ്റ്റാർട്ട് ചെയ്യും, കൈസഡോ സ്റ്റാർട്ട് ചെയ്യും, പാൽമർ സ്റ്റാർട്ട് ചെയ്യും. ഇത് 3 പ്രൊഫൈൽ ഓക്കെയാണ്. ഒരു ലെഫ്റ്റ് വിങ്ങർ, ഒരു റൈറ്റ് വിങ്ങർ തീർച്ചയായിട്ടും വേണമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ബാക്ക് 4, ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്റ്റ്. ഇൻട്രസ്റ്റിംഗ്. നമുക്കിങ്ങനെ ചിന്തിച്ചു കൂട്ടാനായിട്ട് കുറെ ടോപ്പിക്കുകൾ ചെൽസി ബോർഡ് തരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കുഡൂസിനെ നമ്മൾ എവിടെയായിട്ട് കളിപ്പിക്കും? ഗിറ്റൻസ് വന്നാൽ ഓക്കെ, പക്ഷെ അതിനോടൊപ്പം തന്നെ എക്കിറ്റിക്കനെ സൈൻ ചെയ്താൽ എന്ന് വെക്കുക, അവൻ എവിടേക്കിട്ട് കളിപ്പിക്കുക? അപ്പൊ ജാക്സൺ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്റെ തലയൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് off SK from Chelsea Karan.